പ്രിയങ്ക ഗാന്ധിയുടെ ചിരി വെളിച്ചം പകരുന്നതാണെന്ന് പല ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും ഹൃദയം കവരുന്നതാണ് പ്രിയങ്ക ഗാന്ധിയുടെ ചിരി. എന്നാൽ തൻ്റെ അച്ഛൻ രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തിന് കാരണമായ നളിനി എന്ന സ്ത്രീയുടെ മുൻപിൽ പൊട്ടിക്കരഞ്ഞ പ്രിയങ്ക ഗാന്ധിയെ പലരും ഓർക്കുന്നുണ്ടാകും. എൻ്റെ അച്ഛനെ എന്തിനാണ് നിങ്ങൾ കൊന്നുകളഞ്ഞതെന്ന് നളിനിയോട് പ്രിയങ്ക ഗാന്ധി ചോദിച്ചു. ആ കണ്ണുകളിലേക്ക് നോക്കാൻ പോലും നളിനിക്ക് കഴിഞ്ഞിരുന്നില്ല. ഇവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്, ഞാൻ നളിനിയെ കണ്ടപ്പോൾ എനിക്ക് അവരോട് ദേഷ്യമില്ലെന്ന് മനസ്സിലായി. എൻ്റെ ഉള്ളിൽ എനിക്ക് അവരോട് വെറുപ്പില്ല. അവർ എന്നോട് ചെയ്തതിന് അവർക്ക് ഞാൻ മാപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനപ്പുറം 8 വർഷങ്ങൾക്ക് ശേഷം 2016 നളിനിയുടേതായി പുറത്തു വന്ന ദ രാജീവ് ഗാന്ധി അസാസിനേഷൻ ദ ഹിഡൻ ട്രൂത്ത് ആൻഡ് ദ മീനിങ് ബിറ്റ്വീൻ പ്രിയങ്ക ആൻഡ് നളിനി എന്ന പുസ്തകത്തിൽ ഈ സംഭവം വിശദീകരിക്കുന്നുണ്ട്. സ്വന്തം പിതാവിൻ്റെ മരണത്തിന് കാരണക്കാരോട് പോലും ക്ഷമിക്കാൻ കഴിയുന്ന വ്യക്തിത്വമാണ് പ്രിയങ്ക ഗാന്ധിയുടേത്. സ്നേഹത്തിൻ്റെ മാത്രമല്ല മറിച്ച് ധീരതയുടെ മുഖവും പ്രിയങ്ക ഗാന്ധിക്കുണ്ട്. ഹത്രാസിൽ ക്രൂരപീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ട ദളിത് പെൺകുട്ടിയുടെ വീട് സന്ദർശിക്കാനായി യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിലേക്ക് കയറി ചെന്നപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ തടയാനായി പരമാവധി കഴിയുന്ന എല്ലാ വഴികളും ഭരണകൂടം തയ്യാറാക്കി. ഹത്രാസിലേക്ക് യാത്രയായ രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സംഘത്തിൻ്റെ വാഹനം ഡൽഹി UP അതിർത്തിയിൽ വെച്ച് തന്നെ UP പോലീസ് തടഞ്ഞുവെച്ചു. ഈ സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധി ആ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്, എനിക്കും 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട്, അതുപോലെ നിങ്ങളിൽ പലർക്കും ഉണ്ടാകില്ലേ, അതിനാൽ എനിക്ക് ഹത്രാസിലേക്ക് പോയേ കഴിയൂ എന്ന് പ്രിയങ്ക ഗാന്ധി ശക്തമായി പറഞ്ഞു. എന്നാൽ പോലീസ് വാഹനങ്ങൾ കടത്തിവിടാനാകില്ലെന്ന് തന്നെ പറഞ്ഞു. എന്നാൽ ഇന്ത്യയുടെ ഉരുക്കുവനിതയായ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൾ പ്രിയങ്ക ഗാന്ധി മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വയ്ക്കാൻ തയ്യാറായില്ല. പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രിയങ്ക ഗാന്ധി നൽകിയ മറുപടി ഇങ്ങനെയാണ്: 100 കിലോമീറ്റർ ദൂരം നടന്നിട്ടാണെങ്കിലും പെൺകുട്ടിയുടെ വീട്ടിൽ ഞങ്ങൾ എത്തുക തന്നെ ചെയ്യും. അവളുടെ മാതാപിതാക്കളെ കാണുകയും ചെയ്യും. പിന്നീട് പ്രിയങ്ക ഗാന്ധി വാഹനങ്ങൾ ഉപേക്ഷിച്ച് ഹത്രാസ് ലക്ഷ്യമാക്കി കാൽനടയായി യാത്ര ആരംഭിച്ചു. പ്രിയങ്ക ഗാന്ധിക്ക് പിന്നാലെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രവർത്തകരും നടന്നു. പക്ഷേ ഇവരുടെ കാൽനടയാത്രയും പോലീസ് തടഞ്ഞു. തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ലാത്തി ചാർജ് പോലീസ് പ്രയോഗിച്ചു. പ്രിയങ്ക ഗാന്ധിയെ ബലപ്രയോഗത്തിലൂടെ പിന്തിരിപ്പിക്കാൻ UP പോലീസ് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു. ശേഷം കരുതൽ തടങ്കിലാക്കി. പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട ആ യുവതിയുടെ മൃതദേഹം വീട്ടുകാരുടെ എതിർപ്പിനെ മറികടന്ന് പോലീസ് സംസ്കരിച്ചതിനെ രാജ്യത്തുടനീളം വ്യാപകമായി പ്രതിഷേധമുയർന്നിരുന്നു. ലക്ഷക്കണക്കിന് മനുഷ്യരാണ് പരസ്യ പ്രതിഷേധവുമായി പ്രിയങ്കയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങിയത്. അവസാനം ഭരണകൂടത്തിന് മുട്ടുമടക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഹത്രാസിന്റെ വാതിലുകൾ പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും മുന്നിൽ തുറക്കപ്പെട്ടു. പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിൽ അവരെത്തി. അവരെ ആശ്വസിപ്പിച്ചു. പെൺകുട്ടിയുടെ മാതാപിതാക്കളെ ചേർത്ത് പിടിച്ച് നീതിക്കായുള്ള പോരാട്ടത്തിൽ അവരോടൊപ്പം ഉണ്ടാകുമെന്ന വാക്ക് നൽകിയാണ് പ്രിയങ്ക ഗാന്ധി അന്ന് തിരികെ വന്നത്. കൂടാതെ 11 ദളിതരെ സവർണർ കൂട്ടക്കൊല ചെയ്ത ബീഹാറിലെ ബൽഷിയിലേക്ക് 1977 ഇന്ദിരാഗാന്ധി നടത്തിയ യാത്രയേക്കാൾ വളരെയധികം സാഹസികമായിരുന്നു പ്രിയങ്ക ഗാന്ധി നടത്തിയ ഈ യാത്ര. ഇന്ദിരാഗാന്ധി ഈ യാത്ര നടത്തുമ്പോൾ അധികാരം കയ്യിലില്ലായിരുന്നുവെങ്കിലും അവരെ തടയാൻ ഭരണകൂടത്തിന് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ പ്രിയങ്ക ഗാന്ധിയുടെ ഹത്രാസിലേക്കുള്ള യാത്രയിൽ ഉടനീളം ഭരണകൂടം തീർത്ത നിരവധി പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. എന്നാൽ ഭരണകൂടത്തിന്റെ വെല്ലുവിളികളെല്ലാം അതിജീവിച്ച് പ്രിയങ്ക ഗാന്ധി യാത്ര തുടർന്നു. പ്രിയങ്ക ഗാന്ധിയുടെ മറ്റൊരു യാത്ര കേന്ദ്രമന്ത്രിയുടെ മകൻ കർഷകരെ അതിക്രൂരമായി വണ്ടിയിടിപ്പിച്ച് കൊലപ്പെടുത്തിയ ലാഹിംപൂരിലേക്കായിരുന്നു. സംഭവ ദിവസം രാത്രി തന്നെ പ്രിയങ്ക ഗാന്ധി യാത്ര തിരിച്ചിരുന്നു. അവിടെയും പതിവ് പോലെ പോലീസ് പ്രിയങ്ക ഗാന്ധിയുടെ യാത്ര തടയാനുള്ള നടപടികൾ തുടങ്ങി. പിന്നീട് പ്രിയങ്ക ഗാന്ധി കാൽനടയായി യാത്ര തുടർന്നു. തുടർന്ന് പോലീസ് അനുമതിയോടെ വാഹനത്തിലായി പ്രിയങ്ക ഗാന്ധിയുടെ യാത്ര. വാറന്റ് പോലുമില്ലാതെ പ്രിയങ്ക ഗാന്ധിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തി. തുടർന്ന് സംഘർഷങ്ങളുണ്ടായി. ഒടുവിൽ പോലീസ് പ്രിയങ്കയെ വലിച്ചുകൊണ്ടാണ് പോയത്. അന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്, ഇന്ത്യ എന്നത് കർഷകരുടെ രാജ്യമാണ്, കർഷകരെ കാണുന്നത് എന്തിന് തടയണം. 2 ദിവസത്തോളം അന്ന് പ്രിയങ്ക ഗാന്ധിയെ തടങ്കലിലാക്കി. തുടർന്ന് ഇതിനെതിരെയുള്ള പ്രതിഷേധം വ്യാപകമായി. അവസാനം പ്രിയങ്ക ഗാന്ധി കൊല്ലപ്പെട്ട കർഷകരുടെ കുടുംബങ്ങളെ സന്ദർശിച്ചു. നീതിക്കായുള്ള പോരാട്ടത്തിൽ അവർക്കൊപ്പം ഉണ്ടെന്നും പ്രിയങ്ക ഗാന്ധി കർഷകർക്ക് വാക്ക് നൽകി. ഭരണകൂടം അതിശക്തമായ കാലത്ത് പോലും പ്രിയങ്ക ഗാന്ധിയെ ഒന്നിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നിറഞ്ഞ ചിരിയും ഉള്ളിൽ എരിയുന്ന കടലുമായി ഇന്ത്യൻ രാഷ്ട്രീയമെന്ന ചുരം കയറുകയാണ് പ്രിയങ്ക ഗാന്ധി. രാഹുൽ ഗാന്ധി രാജിവെക്കുന്ന ഒഴിവിലേക്ക് മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധി എത്തുന്നതോടെ വയനാട് ലോക്സഭാ മണ്ഡലം വീണ്ടും ദേശീയ രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാകുമെന്നതിൽ ഒരു സംശയവുമില്ല. കേരളത്തിൽ സ്ത്രീകളുടെ ഇടയിൽ BJPയുടെ പിന്തുണ വർദ്ധിക്കുന്നുവെന്ന വിലയിരുത്തലുകൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രിയങ്ക ഗാന്ധി എന്ന ശക്തയായ നേതാവിനെ കോൺഗ്രസ് കേരളത്തിലേക്ക്
സ്ഥാനത്തേക്ക് എത്തിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയുടെ രണ്ടാം വരവെന്നാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തീപ്പൊരിയായി രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലെത്തിയാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് പുതിയൊരു ചരിത്രം സൃഷ്ടിക്കുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്.